ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ ഐറ്റംസാണ് എങ്കിലും നല്ല ടേസ്റ്റുള്ള ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അത് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം പിന്നെയും കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകണത് നല്ലതാണ്. അപ്പം നമ്മളതിൻ്റെ ഫുള്ളും വേസ്റ്റും പോയി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. നമ്മൾ മീൻ കഴുകുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതൊന്ന് വരഞ്ഞു കൊടുത്ത് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് കളയണം. അല്ലെങ്കിൽ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ 2-3 പ്രാവശ്യം കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളത് പിന്നെയും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടിപൊളി ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. മീനൊക്കെ നന്നായി ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു ഹോളിലെ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നന്നായി വെള്ളം ഒഴിച്ച് കളയുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ചെറുനാരങ്ങയുടെ നീരും ഉപ്പും ചേർത്തൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളത് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. നമ്മളെ അച്ചാറൊക്കെ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു പിടി അത്യാവശ്യം കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിയിൽ പിടിക്കാതിരിക്കാനും നമുക്ക് നല്ലതാണ് കേട്ടോ. നല്ല മണവും കിട്ടാൻ വേണ്ടി നമ്മൾ കറിവേപ്പില കുറച്ചധികം തന്നെ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ചട്ടിയിലേക്ക് എല്ലാ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പൊരിച്ചെടുക്കണം. വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഉറപ്പ് വരുത്തിയതിന് ശേഷം കോരിയെടുക്കാവൂ കേട്ടോ. നന്നായി മുരിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആക്കി എടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ മീനൊക്കെ. അതൊക്കെ ഒന്ന് കോരിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതും നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ. പച്ചമണം ഫുള്ളും പോയുന്ന വരെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവരുത്. അത്രയും വഴറ്റി കൊടുക്കണം. കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ അച്ചാർ ഉണ്ടെങ്കിൽ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കൂട്ടോ. അത്രയും ടേസ്റ്റായിരിക്കും. അതുപോലെ നമ്മളെ ചട്ടിയിൽ പിടിക്കാതിരിക്കാൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കൂടുതൽ വഴറ്റുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് വരിക. ബ്രൗൺ നിറമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. നന്നായി ആയതിന് ശേഷം നമ്മളതിലേക്ക് അച്ചാറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പേക്ക് പൊടി ഫുള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുക. കുറച്ച് മുന്നേ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പാകത്തിന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ചൂടുള്ള ചട്ടിയിൽ കിടന്ന് നമ്മളെ വിനാഗിരിയും മസാലയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ പൊരിച്ചെടുത്ത ചെമ്മീൻ അതിലിട്ട് കൊടുക്കുകയാണ്.
5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മളത് ഗ്യാസൊക്കെ ഓഫാക്കുന്നുണ്ട് കേട്ടോ. നന്നായി ചൂടാറിയതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.